അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ സാഹിത്യോത്സവിൻ്റെ വേദിയിൽ ഞാനൊരു കൊച്ചുകഥ പറയാം. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. ആരുടെ കഥയാണെന്നറിയാവോ കൂട്ടുകാരെ? ഓ ഖുറൈശികളെ, ഓ ബനു ഹാഷിം സന്തതികളെ, എല്ലാവരും വന്നരുവിൻ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. കഅബയുടെ സമീപത്ത് നിന്ന് ആരോ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ടല്ലോ. ആരാണത്? നമുക്ക് നോക്കാം. അബൂ ഖുഹാഫയുടെ മകൻ അബൂബക്കറാണല്ലേ ഇത്? ഇതു തന്നെയാണ് നമ്മുടെ കഥാപുരുഷൻ. നബി പ്രണയം കണ്ട് ലോകത്തെ വിസ്മയിപ്പിച്ച റസൂലിന്റെ ഉറ്റത്തുഴൻ. എന്താ അദ്ദേഹം പറയുന്നത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഈ കടുത്ത മുശ്രിക്കുകൾക്കിടയിൽ സിദ്ദീഖ് തന്റെ വിശ്വാസം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനി എന്തു സംഭവിക്കാം? അതാ കാലത്തുള്ള മുന്നോട്ട് വരുന്ന ഉത്തുബ. അല്ലാഹ് എല്ലാം വായിലേക്ക് വരുന്നുണ്ടല്ലോ. കാണാൻ വയ്യ. കല്ലുകളും വടികളും കൊണ്ട് അതിക്രൂരമായി മർദ്ദനത്തിന് വിധേയനാകുവിധ സിദ്ദീഖ് തങ്ങൾ കൂർത്താണയും മുള്ളും മടക്കിയ ചെരുപ്പം ധരിച്ച് ദുഷ്ടനായ ഉത്തുബ അമുഖത്തെ കാഞ്ഞു ചവിട്ടുന്നു. അടിയുടെ സിദ്ദീഖ് തങ്ങൾ ബോധം കെട്ട് വീണു. വിശ്വാസത്തിന്റെ വെളിച്ചം ജ്വലിച്ചു നിൽക്കുന്ന അസുന്ദരമായ മുഖം വികൃതമായി. എല്ലാവരും മരിച്ചുപോയി എന്ന് കരുതി ഉറ്റവർ തങ്ങളൊരു വാലു പുണർന്ന് അങ്ങോട്ട് കൊണ്ടുപോയി. അവിടുത്തെ ഉമ്മയും ഉപ്പയും ഒക്കെ വിളിച്ചു നോക്കി. വിളി കേൾക്കുന്നേ ഇല്ല. വൈകുന്നേരമായപ്പോൾ ബോധം തെളിഞ്ഞു. ഉടനെ ചോദിച്ചു, എന്റെ ഹബീബിയുടെ, എന്റെ ഹബീബിന് എന്ത് പറ്റി? ബേജാറോട് നോക്കി നിൽക്കുന്ന കുടുംബക്കാർക്ക് അത് അത്ര രസിച്ചില്ല. നീ എന്തെങ്കിലും കഴിക്ക്, ബാക്കിയൊക്കെ പിന്നെ നോക്കാം. അവർ പലതും പറഞ്ഞു നോക്കി, പക്ഷേ മഹാൻ സമ്മതിച്ചില്ല. ഇല്ല, എന്റെ ഹബീബിനെ കാണാത്ത ഞാൻ ഭക്ഷണം കഴിക്കില്ല. അവസാനം ദാറുൽ അർഖമിൽ സുരക്ഷിതരായിട്ടുണ്ടെന്ന് വിവരം കിട്ടിയതോടെ അവർ തങ്ങളൊരു വാരി പുണർന്ന് അങ്ങോട്ട് കൊണ്ടുപോയി. സിദ്ദീഖ് തങ്ങളുടെ വികൃതമായ മുഖം കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വികാരമായി വാരി പുണർന്നു. നോക്കൂ കൂട്ടുകാരെ, സ്നേഹത്തിന്റെ കിതാബിൽ മറ്റാർക്കും എഴുതി ചേർക്കാത്ത വിധം അലിഞ്ഞു ചേർന്ന ഹബീബിന്റെയും മെഹബൂബിന്റെയും ജീവിതം എന്തു സുന്ദരമായിരുന്നു. എന്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അവരെ പോലെ നമ്മുടെ ഹബീബിനെയും പ്രിയമാക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചുകഥ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.